അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സം ഓഫ് ദ ഏരിയ ഓഫ് 2 സ്ക്വയർ ഈസ് 80. രണ്ട് ഏരിയ, അതായത് രണ്ട് സ്ക്വയർ ഉണ്ട്, ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് വൈ ആണ്. ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? എക്സ് സ്ക്വയർ. കാരണം എന്താ? സൈഡ് സ്ക്വയർ ആണ് ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? വൈ സ്ക്വയർ. അവ എന്ന് പറയുന്നത് എന്താണ്? 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സം ഓഫ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 48. ഇനി സം ഓഫ് ഇറ്റ്സ് പെരിമീറ്റർ എക്സ് തന്നെയായിരിക്കുമല്ലോ ഇവിടെയും ഇവിടെയും ഇവിടെയും. ഇവിടെ എന്തായിരിക്കും? വൈ 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 എന്ന് വെച്ചാൽ എന്താണ്? 4x പ്ലസ് 4y എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് 48 ആണ് എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ സൈഡ്സ് ആർ എക്സ് ആൻഡ് വൈ, സൈഡുകൾ എക്സും വൈ ആണെങ്കിൽ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? എക്സ് പ്ലസ് വൈ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എക്സ് പ്ലസ് വൈ, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലല്ലേ, ഇവിടെ എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോർമാറ്റിലുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇക്വേഷൻ എടുക്കാം. എന്താണ് ഇക്വേഷൻ? 4x പ്ലസ് 4y ഈക്വൽ ടു 48. എക്സിനും വൈക്കും 4 കോമൺ ആണല്ലോ. 4 ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 48. ഇനി എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് വൈ ഇവിടെ നിർത്തും. ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് 4 പോയാൽ എന്താവും? 48 ഡിവൈഡഡ് ബൈ 4 എന്നാവും, വിച്ച് ഈസ് 12 അല്ലേ. 4 1s are 4, 4 1s are 4, 4 2s 8, 12 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം ആൻ ഇക്വേഷൻ റെപ്രസെന്റിങ് ദ സം ഓഫ് ദ ഏരിയാസ്. ഒരു ഇക്വേഷൻ ഉണ്ടാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 80 ആണെന്നറിയാം അല്ലേ. ഇവിടെ എന്താണെന്ന് അറിയാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 80 ആണെന്നറിയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ വൈനെ എക്സിന്റെ ടേംസിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നേരത്തെ ഇവിടെ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12 ആയിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12 ആണെങ്കിൽ വൈനെ എനിക്ക് എക്സിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം? വൈ ഈക്വൽ ടു 12 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ വൈക്ക് പകരം ഞാൻ എന്ത് ചെയ്യും? 12 മൈനസ് എക്സിന്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതും. അപ്പോൾ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയായിരുന്നു? 80 ആയിരുന്നു അല്ലെ. വൈക്ക് ഞാൻ എന്താണ് കൊടുത്തത്? എക്സ് സ്ക്വയർ പ്ലസ് 12 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 80 എന്ന് കൊടുക്കാം. ഇനി 12 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലല്ലേ 12 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഞാൻ ഇവിടെ എഴുതി പ്ലസ് 12 ആണ് ഇവിടെ എ ആയിട്ടുള്ളത്. ഇവിടെ എന്ത് വരും? 12 സ്ക്വയർ y equal to 12 minus 6. ഓക്കെ, എ സ്ക്വയർ എന്ന് പറയുന്നത് 12 സ്ക്വയർ മൈനസ് 2ab. 2ab എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 2 ഇൻറ്റു എക്സ്. 12 ഇൻറ്റു 2 24 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് 24x പ്ലസ് ബി സ്ക്വയർ. ബി എന്താണ്? എക്സ് ആണ്. എക്സ് സ്ക്വയർ. ഇതായിരിക്കും എന്ത്? 80 എന്ന് പറയുന്നത്. ഇവിടെ 2x സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ തമ്മിൽ കൂട്ടുമ്പോൾ 2x സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144 മൈനസ് 24x ഈക്വൽ ടു 80 അല്ലേ. ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 2x സ്ക്വയർ മൈനസ് 24x പ്ലസ് 144 ഈക്വൽ ടു 80. ഈ 18 ഇങ്ങോട്ട് കൊണ്ടുവരാനോ? എന്താവും? 2x സ്ക്വയർ മൈനസ് 24x പ്ലസ് 144 മൈനസ് 80 എത്രയാണ്? 4 വരും. ഇവിടെ എത്ര വരും? 6 വരും. അപ്പൊ 64 എന്ന് വരും ഈക്വൽ ടു 0. ഇവിടുത്തെ 80 പോയില്ലേ? ഇവിടെ 0 ആയിട്ട് മാറും. 2x സ്ക്വയർ മൈനസ് 24x പ്ലസ് 64 ഈക്വൽ ടു 0 എന്ന രീതിയിൽ കിട്ടും. ഇനി എനിക്ക് ഇവിടെ എക്സ് സ്ക്വയർ മാത്രമല്ലേ വേണ്ടത്. അങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാവുക.
ഇവിടെ എനിക്ക് എന്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി, എനിക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഫുള്ളായിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താവും, എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 12x പ്ലസ് ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 32 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു അപ്പോൾ, ഫോം ആൻ ഇക്വേഷൻ റെപ്രസെന്റിങ് ദ സം ഓഫ് ദ ഏരിയാസ്. സം ഓഫ് ദ ഏരിയാസ് തമ്മിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയേഴ്സ്. സ്ക്വയേഴ്സിന്റെ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയേഴ്സ്. എക്സും വൈയും എന്താണെന്ന് കണ്ടുപിടിക്കണം. എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ, എക്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വൈയും കിട്ടുമല്ലോ അല്ലേ. എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടും. എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാലേ. എന്തായിരിക്കും ആ ഫോർമുല, എക്സ് ഈക്വൽ ടു എന്താണ്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതാണ് എക്സിന്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല. അതല്ലെങ്കിൽ വേറെ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം, പെട്ടെന്ന് കണ്ടുപിടിക്കാം. കൂട്ടിയാൽ മൈനസ് 12 ഇൻറ്റു ചെയ്താൽ 32 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോൾ കൂട്ടിയാൽ മൈനസ് 12 കിട്ടണം, ഇൻറ്റു ചെയ്യുകയാണെങ്കിലോ 32 കിട്ടണം. അപ്പോൾ മൈനസ് 12 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, രണ്ട് നമ്പേഴ്സും മൈനസ് ആയിരിക്കണം അല്ലെ. ഇനി രണ്ട് നമ്പേഴ്സും മൈനസ് ആണെങ്കിൽ അവ ഇൻറ്റു ചെയ്താൽ എന്തായിരിക്കും, പ്ലസ് ആയിട്ടാണ് ചിഹ്നം വരിക. അപ്പോൾ 8ഉം 4 ഞാൻ എടുത്ത് നോക്കിയാൽ -8ഉം 4 -8ഉം -4 ഇവ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്, -12 ആണ്. ഈ -8 ഇൻറ്റു -4 എത്രയാണ്, 8 ഇൻറ്റു 4 32. അപ്പോൾ 32 എന്ന് കിട്ടും. ഈ ഒരു വലിയ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാണ്ട് തന്നെ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്, സി ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അപ്പോൾ -8ഉം -4 ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എക്സ് -8 ഇൻറ്റു എക്സ് -4 ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. എന്ന് വെച്ചാൽ എന്താണ്, എക്സ് എന്ന് പറയുന്നത് 8 ആവാം, എക്സ് എന്ന് പറയുന്നത് 4ഉം ആവാം അല്ലെ. ഓക്കെ, രണ്ട് സാധ്യതയാണുള്ളത്, എക്സ് 8 ആവാം അല്ലെങ്കിൽ എക്സ് 4 ആവാം. അപ്പോൾ വൈ എന്തായിരിക്കും, വൈ എന്ന് പറയുന്നത് എത്രയായിരുന്നു, വൈ എന്ന് പറയുന്നത് 12 മൈനസ് എക്സ് ആയിരുന്നു. അപ്പോൾ എക്സ് 8 ആണെങ്കിൽ വൈ എത്രയാവും, 12 മൈനസ് 8 എന്ന് വെച്ചാൽ 4 ആവും. അല്ലെങ്കിൽ വൈ ഏതാവും, വൈ എന്ന് പറയുന്നത് എത്രയാണ്, 12 മൈനസ് എക്സ്. എക്സിന്റെ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ 12 മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്, 8 എന്ന് വരും. ഒന്നുകിൽ എക്സ് എന്ന് പറയുന്നത് 8 ആവാം, വൈ 4 ആവാം. അല്ലെങ്കിലോ എക്സ് 4 ആവാം, വൈ എന്ന് പറയുന്ന സൈഡ് 8 ആവാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഈസ് 360. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതും കോൺസിക്യൂട്ടീവ് ആയിട്ടാണ്. അതായത് ഒരു ഈവൻ നമ്പറിന്റെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ അവ തമ്മിൽ ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 360 കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ ഓഡ് നമ്പർ ഈസ് ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ് ഈസ് എക്സ് ദെൻ റൈറ്റ് ദ നമ്പേഴ്സ്. ഓഡ് നമ്പറിന്റെ ഇടയിലാണ് ഈവൻ നമ്പറിന്റെ ഇടയിലാണ് ഓഡ് നമ്പറായ എക്സ് ഉള്ളതെങ്കിൽ ആ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും ചോദ്യം. ഇതാണ് ഓഡ് നമ്പർ. ഇതിന്റെ ഓഡ് നമ്പർ രണ്ട് ഈവൻ നമ്പറിന്റെ ഇടയിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് എത്രയാവും, എക്സ് പ്ലസ് 1, ഇതോ എക്സ് മൈനസ് 1. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, ഫോം ആൻ ഇക്വേഷൻ യൂസിങ് ദ ഗിവൺ കണ്ടീഷൻ. തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാം, എക്സ് മൈനസ് 1 അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഈവൻ നമ്പേഴ്സ്, നമ്മുടെ എക്സ് മൈനസ് 1ഉം എക്സ് പ്ലസ് 1. ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 360 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ലോ. ഫൈൻഡ് ദ നമ്പേഴ്സ്. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ അപ്പോൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 360 ആണ്. ഈ ഒരു ഫോർമുല മാത്രമേ നമുക്ക് അറിയുള്ളൂ.
ഫൈൻഡ് ദ നമ്പേഴ്സ്. ഇപ്പോൾ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വണ്ണിന് എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ല അർത്ഥം. ഇപ്പോൾ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വണ്ണിന് എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്രയാണ്? ഇവിടെ 1 ആണ് ബി, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. എന്താണ്? 360 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്നാണ് കിട്ടുക പറഞ്ഞത്. ഇപ്പം എക്സ് സ്ക്വയർ ഈക്വൽസ്, അതിന് മുമ്പ് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് 360 ആണ് എങ്കിൽ എന്തെഴുതാം? എക്സ് സ്ക്വയർ ഈക്വൽ ടു 360 പ്ലസ് 1 എന്ന് വെച്ചാൽ 361 ആണ് വരിക. എക്സ് സ്ക്വയർ ഈക്വൽ ടു 361 എന്നാണ് കിട്ടുക. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഈക്വൽസ്, എക്സിന്റെ സ്ക്വയർ കളഞ്ഞാൽ അപ്പോൾ എക്സ് മാത്രമാണെങ്കിൽ 361ന്റെ റൂട്ട് ഓഫ് 361 എത്രയാണ്? 19. അപ്പോൾ 19 ഇൻറ്റു 19 ആണത് 361 വരുന്നത്. എക്സ് ഈക്വൽ ടു 19. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓഡ് നമ്പർ ആയിരുന്നു അല്ലേ? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ ആയിരുന്നു. ഈ നമ്പറാണ് എന്ത്? 19 എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ നമ്പേഴ്സ് അല്ലേ രണ്ടും വേണ്ടത് നമുക്ക്. ആദ്യം ഇതൊക്കെ ആയിരിക്കും രണ്ട് നമ്പേഴ്സ്. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് 19 മൈനസ് 1 18ഉം പിന്നെ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 20ഉമാണ്. ഇതൊക്കെയാണ് നമ്പേഴ്സ്. 18ഉം 20ഉമാണ് ആ രണ്ട് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 5 9 13 17 21 ആൻഡ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. ഇപ്പോൾ ഒരു സീക്വൻസ് വന്നിട്ട് അതിന്റെ ആൾജിബ്രിക് ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? എക്സ് എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഒരു ഫോർമുല എല്ലാ അരിത്മെറ്റിക് സീക്വൻസിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ആദ്യത്തെ ഡിജിറ്റ് ആണ്. പ്ലസ് എൻ മൈനസ് 1. എൻ മൈനസ് 1 എത്രാമത്തെ ഡിജിറ്റ് ആണ് നമുക്ക് കണ്ടെടുക്കുന്നത്? അപ്പോൾ അതിനനുസരിച്ച് എന്നെ മാറിക്കൊണ്ടിരിക്കും. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ഈക്വൽസ് 9 മൈനസ് 5 ചെയ്താൽ പറയും 9 മൈനസ് 5 4. കോമൺ ഡിഫറൻസ് 4 ആണ് ഇവിടെ വരുന്നത്. ഇനി എന്ത് ചെയ്യാം? 4നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ 5 പ്ലസ് 4n 4 ഇൻറ്റു n 4n മൈനസ് 4 ഇൻറ്റു 1 4. 5 മൈനസ് 4 എത്രയാണ്? പ്ലസ് 1 അല്ലെ? 5 മൈനസ് 4 1 പിന്നെ 4. ഇപ്പോൾ 4n പ്ലസ് 1 ആണത് ആൾജിബ്രിക് ഫോം. അപ്പോൾ എന്നിന് ഞാൻ ഏത് നമ്പർ കൊടുത്താലും ഈ അരിത്മെറ്റിക് സീക്വൻസിലത്തെ ഒരു നമ്പർ എനിക്ക് കിട്ടും. Second question, what is the position of the term in the sequence whose square is 625? For position, what is the position of the term in the sequence whose square is 625 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 4n പ്ലസ് 1ന്റെ സ്ക്വയർ 625 ആവുന്നത് ആർക്കാണെന്നാണ് ചോദ്യം. ഈ സ്ക്വയർ ഞാൻ കളയാൻ വേണ്ടിയിട്ട് 4n പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഓഫ് 625 എന്ന് എനിക്ക് കൊടുക്കാം അല്ലേ? ഇപ്പോൾ 4n പ്ലസ് 1 ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് 25. ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് 25 എടുക്കുന്നത്. ഇപ്പം എന്ത് വരും? 4 നെഗറ്റീവ് ആയിട്ട് ഒരിക്കലും എന്ത് വരില്ല, പൊസിഷൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെടുത്തു? പ്ലസ് മാത്രമായിട്ട് ഞാൻ എടുത്തു. ഓക്കെ, 4n എന്ന് പറയുന്നത് 25 മൈനസ് 1 24 എന്നാവും. 4n ഈക്വൽസ് 24 ആണ്. n ഈക്വൽസ് എന്താവും? 24 by 4 16 ആണത് n എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ടേം ഇൻ ദ സീക്വൻസ് whose square is 625? അതെന്ന് പറയുന്നത് 6th പൊസിഷനിലുള്ള ടേം ആണ്. 6th പൊസിഷനിലുള്ള ടേം. Is 36 a term of this sequence? How can you realize it? 36 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലത്തെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? നമ്മുടെ ഇക്വേഷൻ അറിയാം, 4n പ്ലസ് 1 ആണ് ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ 4n എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും?
ഒരു ഇവൺ നമ്പർ ആയിരിക്കും. ഒരു ഇവൺ നമ്പറിന്റെ കൂടെ +1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഓഡ് നമ്പർ ആകും. അപ്പൊ അതൊരിക്കലും എന്താവില്ല. 36 എന്ന് പറയുന്നത് ഒരു ഇവൺ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ നമ്പേഴ്സും, ഇപ്പോൾ 5, 9, 13, 17, ഇതൊക്കെ എല്ലാം എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. ഒരിക്കലും 36 എന്ന് പറയുന്ന ഒരു ടേം ഈ ഒരു സീക്വൻസിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്, ആ ഒരു സീക്വൻസിൽ ഓഡ് നമ്പർ മാത്രമേ ഉണ്ടാവൂ. ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 49 ഇൻ സീക്വൻസ്? ഇപ്പോൾ 49 എന്നതിന്റെ എത്രാമത്തെ പൊസിഷനിലാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്നെ കണ്ടുപിടിച്ചാൽ പറയും, 4n എന്താകും, 49 - 1 48 ആകും. n ഈക്വൽസ് എന്താകും, 48/4 എന്നാകും. എന്ന് വെച്ചാൽ 12 എന്ന് കിട്ടും. ഇവിടെ 1, ഇവിടെ 1, 2. ഇപ്പൊ 12 എന്നാണ്. അപ്പൊ n എന്ന് പറയുന്നത് എന്താണ്, 12. 49 ഈ സീക്വൻസിൽ 49 എന്ന് പറയുന്നത് 12th പൊസിഷനിലാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, length of a rectangle is 4 more than its breadth. Area of the rectangle is 357 square centimeter. ഈ ക്വസ്റ്റ്യൻ എന്താണ്, if the breadth is x, then what is the length? അതറിയാലോ. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 4 more than its breadth ആണ്. ബ്രെഡ്ത്തിനേക്കാളും 4 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ആണെങ്കിൽ ലെങ്ത് എത്രയാണ്, x + 4. ബ്രെഡ്ത്തിനേക്കാളും 4 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. In B question, write an equation connecting length, breadth and area. ലെങ്ത്തും ബ്രെഡ്ത്തും ഏരിയയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. നമുക്ക് എന്തറിയാം, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ് എന്താ, ഏരിയ അല്ലേ. ഇത് വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാലോ ഈ ഒരു ഇക്വേഷൻ. ലെങ്ത് ഇവിടെ എന്താണ്, x + 4 ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്, x ഈക്വൽ ടു ഏരിയ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, 357 സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ എഴുതാനും നമുക്ക് ഇക്വേഷൻ x + 4 ഇൻറ്റു x ഈക്വൽ ടു 357 എന്നാണ് ഇക്വേഷൻ. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാറ്റി കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എനിക്ക് എന്ത് കിട്ടാം, x കിട്ടില്ലേ. x + 4 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ x² + 4x അല്ലേ. x² + 4x ഈക്വൽ ടു എന്താണ്, 357. ഇനി എന്ത് ചെയ്യാം, x² + 4x, ഈ 357 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -357 ഈക്വൽസ് 0. ഇനി ഇതിലത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. കൂട്ടിയാൽ 4 മൾട്ടിപ്ലൈ ചെയ്താൽ -357 കിട്ടുന്ന ഒരു ഡിജിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ എന്താണ്, x² + 4x - 357. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. x ഈക്വൽ ടു എന്താണ്, -b ± √b² - 4ac/2a. ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെ കോഷ്യന്റ്, b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിന്റെ കോഎഫിഷ്യന്റ്, c എന്ന് പറയുന്നത് തേർഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് ആണ്. നമുക്ക് ആ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ അത് ഒരു വലിയ നമ്പേഴ്സ് വരും, -357 ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫീസിബിൾ ആയിരിക്കില്ല, ഈ ഒരു മെത്തേഡ് എളുപ്പമായിരിക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഈ 357 അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ചെയ്യാം. എങ്ങനെയാണ്, x² + 4x പിന്നെ എന്തുകൊണ്ട് അത് ഈക്വൽ ടു 357 ആണ്. അപ്പൊ 4 ഇവിടെ 4 ആണല്ലോ, ഈ 4ന്റെ പകുതി, 4ന്റെ പകുതി എന്താണ്, 2. 2ന്റെ സ്ക്വയർ അതായിരിക്കും എന്ത് വരിക, ഇവിടെ വരും 2² വരും. ഇവിടെയും 2², അതായത് 4 വരും. x² + 4x + 2² എനിക്ക് എഴുതാം. ഈ x² + 4x + 2² എങ്ങനെ എഴുതാം, എന്തിനാണ് ഇതുപോലെ എഴുതുക, a + b² അല്ലത്, a² + 2ab + b². ഈ x² + 4x + 2² ഞാൻ എങ്ങനെ എഴുതി, x + 2² എന്ന് എഴുതി. എന്ന് വെച്ചാൽ എത്രയാണ്, 357 + 4 361. ഇനി x + 2 എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. x + 2 ഈക്വൽ ടു എന്താണ്,
റൂട്ട് ഓഫ് 361. റൂട്ട് ഓഫ് 361 എത്രയാണെന്ന് അറിയാം നമുക്ക്? റൂട്ട് ഓഫ് 361 എത്രയാണ്? 17. യെസ്, 17 ആണോ? അല്ലല്ലോ, 19 ആണ്. ഓക്കെ, എത്രയാണ്? 19. റൂട്ട് ഓഫ് 361 നേരത്തെ ചെയ്തതാണ്. റൂട്ട് ഓഫ് 361 19. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ത് വരും? എക്സ് പ്ലസ് 2 ഈക്വൽ ടു എത്രയാണ് കിട്ടി? 19 ആണ് കിട്ടി. നെക്സ്റ്റ് എത്രയാണ് കിട്ടുന്നത്? 19 മൈനസ് 2, അതാണ് 17 ആയിട്ട് വരും. അപ്പോൾ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രെഡ്ത്ത് ആയിരുന്നു അല്ലേ? ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 17 ആണ്. ഇനി ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 അല്ലേ? എക്സ് എത്രയാണെന്ന് അറിയാം? 17 ആണ്. 17 പ്ലസ് 4 21 ആണ് എന്ത്? ബ്രെഡ്ത്ത് ലെങ്ത് വരുന്നത്. അപ്പോൾ ലെങ്ത് 21, ബ്രെഡ്ത്ത് വരുന്നത് 17. ഇതാണ് എന്ത്? ആ റെക്ടാങ്കിളിന്റെ രണ്ട് സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ചെയ്യാം. A 2-digit number is 4 times the sum of the digits. ഒരു 2-digit number എന്ന് പറയുന്നത് 4 times the sum of the digits. Sum of the digits ന്റെ 4 times ആണ് ഒരു 2-digit number എന്ന് പറയുന്നത്. Also the number is 3 times the product of the digits. രണ്ട് ഡിജിറ്റ്സിന് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, രണ്ട് ഡിജിറ്റ്സിന് പ്രൊഡക്റ്റ് അതിന്റെ 3 ഇരട്ടിയാണെന്ത്? വേറെ ആ നമ്പർ തന്നെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോം ആൻ ഇക്വേഷൻ ബൈ ടേക്കിംഗ് എക്സ് വൈ ആസ് ദ ഡിജിറ്റ്. ഇപ്പോൾ ഞാൻ ഒരു നമ്പർ എഴുതുന്നു, 12 എന്നൊരു നമ്പർ എഴുതുകയാണെങ്കിൽ ഇത് 10th പ്ലേസും ഇത് 1st പ്ലേസുമാണ്. അപ്പോൾ 10th പ്ലേസിൽ എപ്പോഴും എന്താണ്? 10ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതണം. 1st ഡിജിറ്റിൽ എപ്പോഴും 1ന്റെ മൾട്ടിപ്ലൈ ആയിട്ട്. അപ്പോൾ ഫോം ആൻ ഇക്വേഷൻ ബൈ ടേക്കിംഗ് എക്സ് വൈ ആസ് ദ ഡിജിറ്റ്. അപ്പോൾ എക്സ് ഞാൻ 10th ഡിജിറ്റ് ആയിട്ടും വൈന് ഞാൻ 1st ഡിജിറ്റുമായിട്ട് എടുക്കുന്നു. ഇത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് ഇക്വേഷൻ ആക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന് ഞാൻ എന്താണ്? 10th പ്ലേസിലത്തെ ഡിജിറ്റ് ആണല്ലോ, അതിനെ ഞാൻ എഴുതാം 10x എന്ന് എഴുതാം. പിന്നെ ഇതൊരു ഒറ്റ ഡിജിറ്റ് അല്ലേ? 10x പ്ലസ് എന്താണ്? ഫസ്റ്റ് പ്ലേസിലത്തെ അല്ലെ, 1st പ്ലേസിലാണെന്ന് 12 അല്ലാത്ത നമ്പർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 1st പ്ലേസിലത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ 10x പ്ലസ് y ഇതെന്ന് പറയുന്നത് എന്താണ്? A 2-digit number is equal to 4 times the sum of digits. 4 times the sum of digits. Digits ഏതൊക്കെയാണ്? എക്സും വൈയും. അതിന്റെ സം, ആ സമ്മിന്റെ 4 times ആണ് എന്ത്? ആ 2-digit നമ്പർ എന്ന് പറയുന്നത്. ഇക്വേഷൻസ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. 10x പ്ലസ് വൈ ഈക്വൽ ടു 4x, 4 into x പ്ലസ് വൈ. അത് ആദ്യത്തെ സെന്റൻസ് ഉണ്ട്. ഈ രണ്ടാമത്തെ സെന്റൻസിന്റെയും ഒരു ഇക്വേഷൻ വേണ്ടേ? ആ നമ്പർ, അതായത് 10x പ്ലസ് വൈ എന്ന് പറയുന്ന നമ്പർ ഇതിനോട് ഈക്വൽ ആണ് 3 times the product of the digits. Product of the digits എന്ന് പറഞ്ഞാൽ x into 5. Okay. A question ആണ്. B question. Make a second degree equation using the given condition. തന്നിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇതിന് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതായിരിക്കും? പിന്നെ എങ്ങനെ എഴുതാം? ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷന് മാത്രം ഇപ്പൊ ചെയ്യാണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. 10x പ്ലസ് വൈ ഈക്വൽ ടു 4 into x എന്ന് പറഞ്ഞാൽ എന്താണ്? 4x പ്ലസ് 4 into y എന്ന് പറഞ്ഞാൽ 4y. ഇനി എക്സിനും വൈനും അവരവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ? ഇവിടെ എക്സിന്റെ ടേമാണെങ്കിൽ 10x മൈനസ് 4x ഈക്വൽ ടു ഈ വൈനെ കൊണ്ട് കൊണ്ടുപോകും 4y മൈനസ് y. ഓക്കെ, 10x മൈനസ് 4x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6x ഈക്വൽ ടു 4y മൈനസ് 5 എന്ന് പറഞ്ഞാൽ 3y. വൈൻ്റെ ടേംസിലാണ് ഞാൻ എഴുതുന്നതെങ്കിൽ 3y ഈക്വൽ ടു 6x എന്ന്. y ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. 6x by 3 എന്ന് വെച്ചാൽ എത്രയാണ്? 2x. y ഈക്വൽ ടു 2x എന്ന് കിട്ടും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാകാനല്ലോ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ചിട്ട് y ഈക്വൽ ടു 2x എന്ന് കിട്ടി. ഈ സെക്കൻഡ് ഇക്വേഷൻ 10x പ്ലസ് y വെച്ചിട്ട് 10x പ്ലസ് y ഈക്വൽസ് 3 into x. 3xy. x into y എന്ന് പറഞ്ഞാൽ xy തന്നെ. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? y എത്രയായിരുന്നു? 2x ആണ്.
അപ്പോൾ y 2x ആണല്ലോ. അപ്പോൾ yക്ക് പകരം ഞാൻ എന്ത് ചെയ്യാം, 2x എന്ന് കൊടുക്കാം. ഇവിടെയും 10x പ്ലസ് ഇവിടെ എന്താണ്, yക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും, 2x എന്ന് കൊടുക്കാം. 2x ഈക്വൽ ടു വരും 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2x അല്ലേ. 10x പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 12x ഈക്വൽസ് എക്സ് ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ എന്ന് വരും. കാരണം എക്സ് ഇൻറ്റു എക്സ് 2x സ്ക്വയർ വരും. 2x സ്ക്വയർ ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6x സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ. ഇതിന് കോമൺ ആയിട്ട് എനിക്ക് ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ എന്ത് വരും, 6x ഈക്വൽ ടു 3x സ്ക്വയർ എന്ന് വരും. 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2x ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ഓക്കെ നമ്മളോട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് മേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x എന്ന് എഴുതാൻ 2x ഈക്വൽ ടു സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x അങ്ങനെയല്ലേ. എക്സ് സ്ക്വയർ 2x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 2x ഈക്വൽ ടു 0. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലായിട്ട് മാറും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എഴുതും. ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫൈൻഡ് ദ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്നാണ് അറിയേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 2x എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോലെ അല്ലേ. അപ്പം അതിനെന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ആ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0 എന്നുണ്ടായിരുന്നു. എക്സ് സ്ക്വയർ മൈനസ് 2xനെ എനിക്ക് ഈ ഫോർമുല നമുക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, പക്ഷെ അത്ര വലിയ ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതി എനിക്ക് എഴുതിക്കൂടെ. ഇപ്പോൾ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് ഈ ഒരു ഇക്വേഷൻ തന്നെ വന്നില്ലേ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x. ഈ ഒരു രീതിയിലും എനിക്ക് എഴുതാം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പോൾ ഒന്നെങ്കിൽ ഈക്വൽ ടു 0 ആണ് കിട്ടുക, ഒന്നെങ്കിൽ എക്സ് 0 ആവണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 0 ആവണം. എക്സ് മൈനസ് 2 0 ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് 2 ആവണം. ഒന്നെങ്കിൽ എക്സ് 2 ആവണം, അല്ലെങ്കിൽ എക്സ് 0 ആവണം എന്നാണ് അർത്ഥം. എന്തായാലും എക്സ് 0 ആവാൻ പറ്റില്ല. കാരണം എന്താ, എക്സ് ഞാൻ എടുത്തിരിക്കുന്നത് ടെൻസ് ഡിജിറ്റിലത്തെ ഒരു നമ്പർ ആയിട്ടാണ്. അപ്പോൾ ടെൻസ് ഡിജിറ്റ് 0 ആവാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് 2 ഡിജിറ്റ് നമ്പർ ആവില്ല. എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല 0 അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സ് എന്ന് പറയുന്നത് എന്താണ്, 2 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി വൈ എന്താണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. വൈ എന്താണെന്ന് നമുക്കറിയാം. വൈ എന്ന് പറയുന്നത് 2x ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു 2x ആണ്. y ഈക്വൽ ടു 2x. എക്സ് എത്രയാണെന്ന് അറിയാമല്ലോ, 2 അല്ലേ. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, y എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത്, ആ ഒരു 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ഇതാണ് സി ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഫൈൻഡ് ദ നമ്പേഴ്സ് 24. ഇത്രയും ഉള്ളൂ. നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.